കേരളത്തിൽ വിവിധ പ്രദേശങ്ങളിൽ ശില്പങ്ങൾ ചെയ്തും ആറ്റുകാൽ ദേവീക്ഷേത്രത്തിലെ ഉത്സവത്തിനോടനുബന്ധിച്ച് നടപ്പന്തലിന്റെ മുന്നിൽ റിലീഫ് ശില്പവും, പത്മനാഭ ക്ഷേത്രത്തിലെ പൈങ്കിനി മഹോത്സവത്തിൽ ഫൈബർ ശില്പങ്ങൾ നിർമ്മിച്ചും, ബോളിവുഡ് കലാസംവിധായകനായ ശ്രീ ബോബൻ തിരുമലയുടെ അസിസ്റ്റന്റായും പ്രവർത്തിക്കുവാനുള്ള മഹാഭാഗ്യം ലഭിച്ചത് തിരുമലയുടെ സ്വന്തം അനിലിനാണ്. ഇദ്ദേഹത്തിന് ഭാരത് സേവക് സമാജ് ദേശീയ പുരസ്കാരവും ലഭിച്ചിട്ടുണ്ട്. സർപ്പതത്വം, അഹല്യ എന്നീ ഷോർട്ട് ഫിക്ഷനിൽ സ്വതന്ത്ര കലാ സംവിധായകനായി പ്രവർത്തിച്ചിട്ടുണ്ട്. നമസ്കാരം. ആദ്യമായിട്ട് ആറ്റുകാൽ ദേവി ക്ഷേത്രത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. ഈ ആറ്റുകാൽ ദേവി ക്ഷേത്രത്തിന്റെ നടപ്പന്തലിന് മുന്നിൽ ഒരു റിലീഫ് ശില്പം നിങ്ങൾ നിർമ്മിച്ചു. അതിനെ കുറിച്ചൊന്ന് വ്യക്തമായി പറയാം. എന്താണ് റിലീഫ് ശില്പം? വാമംഗലം ഭാഗത്ത് നദിയിലൂടെ വഞ്ചിയിൽ യാത്ര ചെയ്ത ഒരു ഭക്തന്റെ കഥയാണ് ശില്പമായി പറയുന്നത്. യാത്ര ചെയ്യുന്ന അവസരത്തിൽ ഈ വഞ്ചി ഒരു പെട്ടെന്നുള്ള ഒരു നിലവിലുള്ള പാച്ചിൽ ആടിയില്ലെന്ന് സമനില തെറ്റിയിട്ട് ശരിക്ക് അവര് ഭരണവുമായി നൽകുന്ന സമയത്ത് ആറ്റുകാൽ ദേവി സ്മരിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുണ്ടായി. ആ സമയത്ത് ആ പ്രാർത്ഥന ദേവി സ്വീകരിച്ചു എന്നുള്ളതാണ് ആ കഥയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നത്. അപ്പോ ആ കഥ പറഞ്ഞ നമ്മുടെ മുൻ സെക്രട്ടറി രവീന്ദ്ര സാറിനെ അറിയിക്കുകയും അദ്ദേഹത്തിന് ഇത് ഈ സത്യം ലോകത്തോട് പറയണമെന്ന് ആഗ്രഹിക്കുകയും അതൊരു ശില്പമായി ജനലക്ഷങ്ങൾ കാണട്ടെ എന്ന് ആഗ്രഹിച്ചു. ആ സമയത്താണ് എന്നെ സമീപിക്കുന്നത്. എന്നെ സമീപിക്കുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞ കഥ ഒരു ചിത്രമാക്കുകയും അത് ശില്പമാക്കുകയും ചെയ്തു. അത് ഞാനൊരു നിമിത്തമായി കാണുന്നു. ആറ്റുകാൽ ദേവി ക്ഷേത്രത്തിന്റെ മുന്നിലുള്ള ആ ഒരു ശില്പം നിർമ്മിച്ചു. അതുകൂടാതെ തന്നെ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിന്റെ പൈങ്കുനി മഹോത്സവം, അത് പ്രസിദ്ധമായ ഒരു പൈങ്കുനി മഹോത്സവ പ്രസിദ്ധമാണ്. ആ പൈങ്കുനി മഹോത്സവത്തില് താങ്കൾ ഈ ഫൈബർ കൊണ്ടുള്ള ശില്പങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട്. അതിനെ കുറിച്ച് എങ്ങനെയാണ് നിർമ്മിച്ചിരിക്കുന്നത്, എന്താണ് ആ കാര്യങ്ങളെ കുറിച്ച് പ്രേക്ഷകർക്ക് അറിയാനുള്ള ആഗ്രഹം, അതൊന്ന് വ്യക്തം. 1992 കൊല്ലത്തമ്പരാൻ നാട് നീങ്ങിയതിനു ശേഷം ഈ തടിയിലുള്ള ശില്പം ഫൈബർ നിർമ്മിക്കുവാനായിട്ട് അദ്ദേഹം തീരുമാനിച്ചു. പക്ഷേ മാർത്താണ്ഡവർമ്മ മഹാരാജാവ് അതിന്റെ പൂർണ്ണതയിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഇതിനെക്കുറിച്ച് പഠിക്കുകയും ആലോചിക്കുകയും ചെയ്തു. അങ്ങനെ പൂജപ്പുരയിൽ നിന്നുള്ള ഗോപി സാർ, അദ്ദേഹം സൂര്യ കൃഷ്ണമൂർത്തി സാറിന്റെ ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ ചെയ്യുന്ന ആളാണ്. അദ്ദേഹത്തെ സമീപിക്കുകയും അദ്ദേഹമാണ് ഇത് കോൺട്രാക്ട് എടുത്തത്. എന്നെ പോലെ കുറച്ച് കലാകാരന്മാരെ കൂടി ഉൾപ്പെടുത്തി ഇത് ചെയ്യുവാനായിട്ട് ശ്രമിച്ചത്. അതിന്റെ ഫലമായിട്ടാണ് ഇന്ന് കാണുന്ന ആ തടിയിലുള്ള ശില്പം മാറ്റി ഫൈബർ ഗ്ലാസിലേക്ക് രൂപം കൊടുത്തത്. താങ്കൾ ഒരു ശില്പിയാണ്, തിരുമല അറിയപ്പെടുന്ന ശില്പിയാണ്. ഈ ശില്പി ആവാനുള്ള പ്രചോദനം തന്റെ കുടുംബത്തിൽ നിന്നോ അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാരിൽ നിന്നോ നിങ്ങൾക്ക് ഒരു സ്ഥിരമായ ഒരു ഗുരുനാഥനോ അതുണ്ടോ? തീർച്ചയായിട്ടും 1985 SNG സംഘം, അതായത് പാറയ്ക്കൂടിന്റെ സമീപം മാധവ് സ്വാമി ആശ്രമത്തിൽ ചുമർചിത്രങ്ങൾ ചെയ്യുവാനായിട്ട് കലാരത്നം ബഹുമതി നേടിയിട്ടുള്ള രാജഗോപാൽ സാർ, അദ്ദേഹം ഈ ശില്പങ്ങൾ ചെയ്യുവാനായിട്ട് ആശ്രമത്തിലെത്തിയിരുന്നു. അദ്ദേഹം സുമരിൽ ദീർഘോപദേശവും ചട്ടമ്പി സ്വാമി തുടങ്ങി ഒട്ടനവധി ശില്പങ്ങൾ ആകർഷിക്കുന്നതിന് ഒട്ടനവധി ശില്പങ്ങൾ ചെയ്യുന്നതിലേക്ക് ചരിത്രത്തെ സുമരിൽ പരത്തിയിട്ടായിരുന്നു. അപ്പൊ 83-84 കാലഘട്ടങ്ങളിൽ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന അവസരത്തിൽ ചിത്രങ്ങൾ വരയ്ക്കുമായിരുന്നു. പക്ഷേ ചിത്രങ്ങൾ പൂർണ്ണതയിൽ എത്തിയിട്ടില്ല. അതിനായിട്ട് തന്നെ അറിഞ്ഞില്ല എന്നുള്ളതാണ് അതിന്റെ പ്രധാന കാരണം. അപ്പൊ ഞാൻ ഈ ചിത്രങ്ങൾ സാറിന് കാണിക്കുകയും അദ്ദേഹം നോക്കിയപ്പോ എവിടെയെങ്കിലും എത്തിക്കാൻ സാധിക്കും എന്ന് അദ്ദേഹത്തിന്റെ തോന്നിയതിന്റെ ഫലമായിട്ട് തന്നെ അദ്ദേഹം എന്നെ കൂടെ കൂട്ടി. എന്തുകൊണ്ട് ഒരു 2 വർഷത്തിനകത്ത് തന്നെ അദ്ദേഹത്തിന് വലിയൊരു പ്രോജക്റ്റ് കൊച്ചിയിൽ കിട്ടി.
അതായത് ചരിത്ര പുരുഷന്മാരുടെ ഒരു മ്യൂസിയം പണിയുകയുണ്ട്. അപ്പൊ ആ മ്യൂസിയം പണിയാൻ വേണ്ടിയിട്ട് മാധവൻ നായർ സാർ, അദ്ദേഹം കുടുംബമായിട്ടില്ല, അദ്ദേഹത്തിന്റെ അന്യൻ ബ്രിഗേഡിയർ ആണ്, അദ്ദേഹത്തിന്റെ ഊരേലിന്റെ ബാങ്കിലെ SBIയുടെ മാനേജറാണ്. അപ്പൊ അദ്ദേഹം കേരള ഹിസ്റ്ററി പഠിക്കുകയും ചരിത്ര പുരുഷന്മാരുടെ ശില്പങ്ങൾ ചെയ്ത് ലോകത്തിന് സമർപ്പിക്കാൻ അദ്ദേഹം തീരുമാനിച്ചു. സാറിന് ഇത്തരം ശില്പങ്ങൾ ചെയ്യുവാനായിട്ട് അവസരം ലഭിക്കുകയും ചെയ്തു. അങ്ങനെ ആണ് എന്നെ കൂടെ പോകുന്നത്. അപ്പൊ അതാണ് എനിക്ക് ഇത്തരത്തിലുള്ള ഒരു കലാകാരനിലേക്കുള്ള വഴി തുറന്നത്, അനുഗ്രഹിച്ചത് മാധവസ്വാമിയെ കലാകാരൻ സാറാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ഈ അവസരത്തിൽ രണ്ടുപേര് പാദങ്ങളിൽ പൂജപ്രശ്നങ്ങൾ അർപ്പിച്ചാണ്. ഇത് എത്ര വർഷമായി നമ്മുടെ ഈ ഫീൽഡിലാണ്? 85 മുതൽ ഈ ഫീൽഡിലാണ്. 85 91 കാലഘട്ടങ്ങളിലാണ് ഫൈബർ ക്രാഫ്റ്റിലേക്ക് വന്നു. അപ്പോൾ ഞാൻ വേറൊരു കാര്യം ചോദിച്ചോട്ടെ. ഈ ചരിത്രം സൂക്ഷിക്കുക, ചരിത്രം പറയുന്ന ചില ശില്പങ്ങൾ താങ്കൾ ഉണ്ടാക്കിയിട്ടുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പത്രങ്ങളിലൂടെ ഒക്കെ ഞാൻ കേട്ടിട്ടുള്ള ഒരാളാണ്. അതിനെ കുറിച്ച് അത് എവിടെ ചെയ്തു, അത് എന്താണ് എന്നുള്ളത് എന്താണ്? തീർച്ചയായിട്ടും അത് നമ്മുടെ മാധവൻ സാറിന്റെ കേരള ഹിസ്റ്ററി, മ്യൂസിയം കേരള ഹിസ്റ്ററി, അത് പത്തടി പാലസ് അവിടെ, പിന്നെ പട്ടണ ക്ഷേത്രം, ആറ്റുകാൽ ദേവി ക്ഷേത്രത്തിലെ ഉദ്ഘാടനം, ആ ശില്പം, ഇതൊക്കെ ചരിത്ര പ്രാധാന്യമുള്ള തന്നെയാണ്. അപ്പോ ശില്പികളും കലാകാരന്മാരും ഈ കാലഘട്ടത്തിൽ, ഈ കൊറോണ സമയത്ത് കഴിഞ്ഞിട്ടുള്ള കാലഘട്ടത്തിൽ ഒരുപാട് കഷ്ടപ്പെടുന്നതായിട്ട് ഞാൻ അറിവ് കിട്ടിയിട്ടുണ്ട്. അത് എങ്ങനെയാണ് നിങ്ങളുടെ ഒരു ശില്പിയായ നിലയ്ക്ക് നിങ്ങൾ എങ്ങനെയാണ് കുടുംബവും ഇതുമായിട്ട് എങ്ങനെയാണ് യോജിപ്പിച്ച്, അതായത് ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ യോജിപ്പിക്കുന്നത്? കോവിഡ് സമയത്ത് വളരെയധികം സാമ്പത്തിക ബുദ്ധിമുട്ട് നേരിട്ടു. പക്ഷെ കേരള ഗവൺമെന്റിൽ നിന്ന് നമ്മുടെ കലാ സാംസ്കാരിക സംഘടന, അതായത് ഇപ്പോൾ മധുപാൽ ചെയർമാനായിരിക്കും, ആ ഒരു ക്ഷേമനിധിയും കലാകാരന്മാർക്ക് 2000 രൂപ കിട്ടിയിരിക്കുന്നു. പിന്നെ കൂടാതെ തന്നെ ഒരു വലിയ ലാഭത്തിലെല്ലാം അല്ലാത്തൊരു ജീവിതമാണ് കലാകാരന്മാരുടെ. അത് ശരി കഴിഞ്ഞു പോയി എന്ന് വേണം പറയാൻ. ഈ അടുത്ത കാലത്ത് കുറെ സിനിമകളുടെ കലാ സംവിധായകന്റെ അസിസ്റ്റന്റ് ആയിട്ട്, അതായത് തിരുമല ബോബൻ ചേട്ടന്റെ അസിസ്റ്റന്റ് ആയിട്ട് താങ്കൾ വർക്ക് ചെയ്തതായിട്ട് എനിക്ക് അറിയാൻ കഴിയും. അപ്പോൾ അതിലേക്കുള്ള രംഗപ്രവേശം അതൊന്ന് വ്യക്തം. തീർച്ചയായിട്ടും ബോബൻ എന്ന് പറയുമ്പോൾ നമുക്ക് എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ആഗ്രഹമാണ് സിനിമയിൽ ഒരു എൻട്രി കൊടുക്കുക. അതിന് തീർച്ചയായിട്ടും ബോബന്റെ ആ കാരുണ്യം, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആ ഒരു നമ്മളെ കൂടി യോജിപ്പിച്ചു കൊണ്ടുപോകാനുള്ള സൈലൻസിനെ അദ്ദേഹത്തിന് ആദ്യമേ തന്നെ നന്ദി പറയുന്നു. അദ്ദേഹം തിരുമലയിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ശ്രദ്ധിക്കപ്പെടാത്ത ഒരു സംവിധായകൻ കൂടിയാണ് കലാരംഗത്ത്. പക്ഷെ ഇവിടെയൊക്കെ നമ്മളെയൊക്കെ തിരുമലയിൽ നമ്മളെ കലാകാരൻ ആണ് എന്ന് വരുത്തി തീർത്ത, അല്ലെങ്കിൽ സഹായിച്ച, അറിയിച്ച നമ്മുടെ ഒരു പ്രിയ സ്നേഹിതനുണ്ട്, തിരുമല വോയിസ് തിരുമല. അദ്ദേഹത്തിന്റെ ഒരു ശ്രമഫലമായിട്ടാണ് നമുക്ക് തിരുമലയിൽ നമ്മളൊരു ശില്പിയാണ്, അല്ലെങ്കിൽ ചിത്രകാരനാണ്, അല്ലെങ്കിൽ കലാകാരനാണ് എന്ന് അറിയപ്പെടാനുള്ള ഒരു കാരണം അദ്ദേഹം വഴി തന്നെയാണ്. അദ്ദേഹത്തിന് ഈ അവസരം ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. ബോബൻ ചേട്ടന്റെ അടുത്ത് കലാ സംവിധായകൻ, അതായത് അസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ മഹാഭാഗ്യമാണ്. അദ്ദേഹം ബോളിവുഡിലെ ഏറ്റവും സീനിയർ ആയിട്ടുള്ള ആളാണ്. അദ്ദേഹം മലയാള ചിത്രങ്ങളിൽ തന്നെ ഒരുപാട് കലാ സംവിധാനമായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്പൊ അദ്ദേഹത്തിനോടൊപ്പം താങ്കൾ പ്രവർത്തിച്ചതാണ്, അതൊരു വലിയ മഹാഭാഗ്യമായിട്ട് കരുതുക. ബോബൻ ചേട്ടനെ സംബന്ധിച്ച് അദ്ദേഹത്തിനോടൊപ്പം പേര് എന്ന സിനിമയിൽ ശില്പങ്ങൾ ചെയ്യുവാനും അദ്ദേഹത്തോടൊപ്പം നിന്ന് സഹകരിക്കുവാൻ അവസരം കിട്ടിയത് എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ ഭാഗ്യമായിട്ട് ഞാൻ കാണുന്നു. അദ്ദേഹത്തിന്റെ എന്റെ എല്ലാവിധ ഭാവങ്ങളും 1000 ആരോഗ്യ സൗഖ്യവും ഞാൻ ഈ വർഷത്തിൽ നേരെന്ന സിനിമയിൽ മാത്രമാണോ താങ്കൾ കലാ സംവിധായകനായത്? അല്ലാതെ വേറെ ഒത്തിരി സിനിമകൾ ഉണ്ടെന്നാണ് എനിക്കറിയാം. അതാണ് ബോബന്റെ തന്നെ ഒരു പടം കണ്ട് എന്ന് പറയുന്ന ആശുപത്രിയിലെ അദ്ദേഹം സഹായിച്ചു.
കൂടാതെ ആ, മകുടി എന്ന സിനിമയിൽ 2 രാജവന്മാരെ റബ്ബർ ചെയ്ത് കൊടുക്കുവാൻ കഴിഞ്ഞു. ഈ 2 പടമാണ്. പിന്നെ ഒരു പടം കൂടി ഉണ്ട്, അത് ഞങ്ങൾ ഇറങ്ങിയിട്ടില്ല. ഹൗസ് ഓഫ് ഡിങ്കൻ ആ ചിത്രത്തിൽ ചെറിയൊരു വർക്ക് കൈകാര്യം ചെയ്യാൻ സാധിച്ചു. അതിനെ എന്നെ സഹായിച്ച ഉൾപ്പെടുത്തിയത് ആർട്ടിസ്റ്റ് സാറാണ്. അദ്ദേഹത്തെ ഞാൻ ഈ അവസരം അപ്പൊ താങ്കൾ ശില്പി, കലാ സംവിധായകൻ എന്ന ആ മേഖലയിൽ ഉപരി താങ്കൾ മറ്റേതെങ്കിലും വ്യത്യസ്തമായ ചില കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടോ? തീർച്ചയായിട്ടും കന്യാകുമാരി ജില്ലയിലെ തൂത്തൂർ എന്ന തൂത്തൂർ ആ സ്ഥലത്ത് ക്രിസ്തുവിന്റെ വഴികൾ 14 സ്ഥലങ്ങൾ ചെയ്യാൻ അവസരം കിട്ടി. വേളി പള്ളി, കണ്ണാൻപുറ ചർച്ച്, ശംഖുമുഖം, ഇവിടേക്ക് ക്രിസ്തുവിന്റെ ചില വലിയ ശില്പങ്ങൾ ചെയ്യുവാൻ അവസരം ലഭിച്ചിരുന്നു. കൂടാതെ തന്നെ നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ ഗോൾഫിംഗ് ക്ലബ് അവിടെ ഒരു ലോകം സിമെന്റിൽ ചെയ്യാൻ സാധിച്ചു. കൂടാതെ തന്നെ തിരുമല പള്ളിമുക്ക് അവിടെ കാർഗിൽ യുദ്ധവുമായി ബന്ധപ്പെട്ട് സൈനികരുടെ വിജയ പതാക പാർപ്പിക്കുന്ന ഒരു മനോഹരമായ ശില്പം ചെയ്യുവാൻ അവസരം ലഭിച്ചിട്ടുണ്ട്. അവിടെ നമ്മളെ സ്വകാര്യ സംഭാഷണമാണ് ഇതിനോടൊപ്പം. അപ്പൊ താങ്കളുടെ കുടുംബത്തിലെ ഭാര്യ അനുകുമാരി ഷെരീഫാണ്. മകള് LLB 3ാം വർഷ വിദ്യാർത്ഥിനിയാണ്. കൂടാതെ തന്നെ മകളും ചിത്രങ്ങൾ മനോഹരമായിട്ട് വരച്ചു തുടങ്ങിയിട്ടുണ്ട്. ശില്പിയായും കലാ സംവിധായകനായും നമ്മുടെ കേരളത്തിലെ പ്രമുഖരോടൊപ്പം വർക്ക് ചെയ്തിട്ടുള്ള ശ്രീ അനിലിന് ഈ നമ്മളോടൊപ്പം ഈ ആശയ സംഭാഷണം നടത്തിയിരുന്നത് സന്തോഷമുണ്ട്. നന്ദി, നമസ്കാരം. ദൃശ്യം, നിങ്ങളുടെ വാർത്തകൾ നിങ്ങളുടെ ഭാഷയിൽ.